ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്കിന്ന് നല്ല നാച്ചുറൽ ആയിട്ടുള്ള തേൻ കിട്ടിയിട്ടുണ്ടേ. നമ്മുടെ വീടിൻ്റെ സൈഡിലെ മാവിലായിട്ട് തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി, പക്ഷേ അതാർക്കും ശല്യം ഉണ്ടാക്കാതെ അവിടെ നിൽക്കുമെങ്കിലും നിന്നോട്ടെ എന്നോർത്താണ് ഇത്രയും ദിവസം നമ്മളത് ശ്രദ്ധിച്ചില്ല. പക്ഷേ തേനീച്ച കൂടുതലായിട്ട് വരുന്നത് കൊണ്ടും കുട്ടികളൊക്കെ ക്ലാസ്സിൽ വരുന്നതല്ലേ, അവരെ എങ്ങാനും ഇത് കുത്തുവാണെങ്കിൽ പിന്നെ പണിയായി. അതുകൊണ്ടാണ് ആ കൂട് അങ്ങ് നശിപ്പിച്ചത്. പക്ഷേ അപ്പുറത്തായിട്ട് വലിയൊരു കൂട് വീണ്ടും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശല്യമൊന്നും ഇല്ലെങ്കിൽ ആ കൂടിനെ വലുതാകാൻ അനുവദിക്കുന്നതായിരിക്കും. ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ അതിൽ നിന്ന് തേൻ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇങ്ങനൊരു വലിയൊരു തേനീച്ചയുടെ ഒരു കൂടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ തേൻ സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സൈഡിലുണ്ടായിരുന്ന ആ പോർഷനിലാണ് തേൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിലുള്ള തേനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു വലിയ കൂട്, അത് കുറച്ചുകൂടെ മാവിൻ്റെ പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അതിനെ ശല്യപ്പെടുത്തുന്നില്ല, അവിടെ നിന്നോട്ടെ എന്നോർത്തു. പിന്നെ ഇന്ന് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു. 25ാമത്തെ മരണവാർഷികം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ്. ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ്. തങ്കിപ്പള്ളിയിലേക്കാണ് പോകുന്നത്. വഴിയിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കാണിച്ച് നടന്നു വന്നപ്പോഴേക്കും ആദ്യം തന്നെ വെള്ളത്തിൽ പോയി ചാടേണ്ടതായിരുന്നു. പിന്നെ വെള്ളം നനയാതെ അമ്മയും ഞാനും കൂടെ 2 സൈഡിലൊക്കെ ആയിട്ടുള്ള വഴിയിലൂടെ നടന്നു പോയി. റോഡിലൂടെയും പോകാൻ പറ്റും. വഴിയിൽ ഇതുപോലെ ഒത്തിരി കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ വഴി ചൂസ് ചെയ്യുന്നത്. സൈഡിലായിട്ട് നിറയെ മീൻ കുഞ്ഞുങ്ങളുണ്ട്. ഈ വെള്ളത്തിൽ കാണുന്നതൊക്കെ മീൻ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ സൈഡിലായിട്ടൊരു പയ്യൻ അവിടെ കൊണ്ടുവന്ന് വൈക്കോൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് കഴിക്കാൻ വേണ്ടിയാണ് ഈ പോത്തുംകുട്ടി മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വലിയ പോത്താട്ടോ, ഞാൻ കുട്ടിയെന്ന് അതിനെ വിളിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തിന്ന് അവിടെ ആസ്വദിച്ച് നടക്കുന്നു. ഞാൻ ഈ സൈഡിൽ പോയി കുറേ നേരം നിന്ന് നോക്കിയിട്ടൊക്കെയാണ് പോയത്. ഒത്തിരി മീനുണ്ട്. അപ്പുറത്തെ സൈഡിലെ തോട്ടിൽ അധികം മീനില്ല, പക്ഷേ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നിറയെ മീൻ കുഞ്ഞുങ്ങൾ. പക്ഷെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് അത്രയും കാണില്ല നിങ്ങൾക്ക്, കാര്യം തീരെ ചെറിയ മീനുകളാണ്. അപ്പോൾ അതിനെ തിന്നാൻ വേണ്ടി ഓരോന്ന് ഗസ്റ്റുകൾ ഇതുപോലെ വരുന്നുണ്ട്. അത് കൂടാതെ കൊക്കുകളൊക്കെ ഇതിനെ കൊത്തിക്കൊണ്ട് പോകുന്നതും കാണാം. പിന്നെ വഴിയിൽ ഈ ഒരു ചെടി കണ്ടു. ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ. പിന്നെ നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറുമ്പോഴേക്കും അവിടെ ഞാവൽപ്പഴങ്ങൾ വീണ് കിടപ്പുണ്ട്. പക്ഷേ ഒരെണ്ണം പോലും ഫ്രഷ് ആയിട്ടുള്ളതില്ല. എല്ലാം ഇതുപോലെ സ്കിന്നൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെ കിടക്കുന്നത് അങ്ങനെ എടുക്കാമെന്നുള്ളതും ഫ്രഷ് ആയിട്ടില്ലാത്തതുകൊണ്ട് റിസ്ക് ആയതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ളതിനൊന്നും കിട്ടാത്തത് കൊണ്ട് അവിടെ നിന്ന് ആ ഉദ്യമം ഉപേക്ഷിച്ച് നേരെ നടന്ന് പോയപ്പോഴേക്കും ഇവിടെ അത്തിമരമുണ്ട്. പള്ളിയുടെ സൈഡിലായിട്ട് കുറേ അത്തിമരമുണ്ട്. അതിൽ നിറയെ അത്തിക്കായും പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് കാട്ടത്തിയാണെന്നാണ് തോന്നുന്നത്. ഇതിങ്ങനെ പഴുത്തത് ചെറുതായിട്ടൊരു കളർ മാറിയത് ഒരു ദിവസം ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു. പക്ഷേ അത് എനിക്ക് അത്രയും നല്ലതാണോ എന്ന് തോന്നിയില്ല. അത് കാട്ടത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് രണ്ടും കൂടി റിയലൈസ് ചെയ്താൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് അതിനെ സ്കിപ്പ് ചെയ്തു. പിന്നെ പള്ളിയുടെ കോമ്പൗണ്ടിലായിട്ട് പാഷൻ ഫ്രൂട്ടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്, നിറയുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും പള്ളിയിൽ കുർബാന തുടങ്ങാനുള്ള നേരമായി. നേരത്തെ ഇറങ്ങിയതാണെങ്കിലും കാഴ്ച കണ്ട് വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായി. അതുകൊണ്ട് സ്പീഡിൽ പോവാണ്. ഇട ദിവസമാണെങ്കിൽ പോലും ഒട്ടും ആളില്ലാതില്ല. ഞാൻ വിചാരിച്ചത് ഇട ദിവസമല്ലേ, അധികം ആരും ഉണ്ടാവില്ല, നമ്മളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്കിന്ന് കുർബാന എഴുതിച്ചത് കൊണ്ട് ആയിരിക്കാം നമ്മൾ മാത്രമേ ഉണ്ടാവുന്നത് എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, അത്യാവശ്യം ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുർബാനയ്ക്ക് ശേഷം കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു പ്രാർത്ഥിച്ചു. ആത്മാവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച ശേഷം നേർച്ചയൊക്കെ ഇട്ടു. തങ്കിപ്പള്ളിയിൽ പൊതുവെ കുറച്ചുകൂടെ കഴിയുവാണെങ്കിൽ എന്തായാലും നല്ല തിരക്കാവും. തീർത്ഥാടകരൊക്കെ ഒത്തിരി വരുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ തിരക്കുള്ളൊരു പള്ളിയാണ് തങ്കിപ്പള്ളി. അപ്പോൾ നമ്മൾ നേർച്ചയിട്ട് നേരെ അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ ഇന്ന് 25ാമത്തെ ഓർമ്മ ദിനമായതുകൊണ്ട് തന്നെ റെസ്പോൺസ് ചൊല്ലുന്ന ചടങ്ങായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും വന്ന് അച്ഛൻ ചടങ്ങുകൾ ആരംഭിച്ചു. മാനവ ജീവിതമൊരു നിലപ്പോലെ മായുകയാണീ ഞാൻ കേഴുകയാണ് നടുലുകൾ നീക്കണമേ എന്നുടെ രോദന നിലം കേൾക്കാൻ അങ്ങനെ ചടങ്ങുകളൊക്കെ അവസാനിച്ച ശേഷം അച്ഛൻ ഞങ്ങളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് നേരെ മേടയിലേക്ക് പോവുകയാണ്.
ഞങ്ങളും പ്രാർത്ഥിച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുവാണ്. ഓൾറെഡി ആളുകളൊക്കെ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കുർബാനയായിരുന്നു, 7 മണിയുടെ കുർബാനക്കാണ് പോയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടു പുറത്തേക്ക് ചെന്നു. കടയിലേക്ക് കയറണമായിരുന്നു. എപ്പോഴും നമ്മൾ പള്ളിയിൽ നിന്ന് വരാൻ നേരത്ത് ഈ ഒരു കടയിലേക്ക് പോകാറുണ്ട്. അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ കടയിൽ പോയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും നമ്മുടെ ന്യൂസ് പേപ്പർ ഇടുന്ന ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ ന്യൂസ് പേപ്പറും കൂടെ അവിടെ നിന്ന് കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ സാധനങ്ങൾ ഒത്തിരി ഒന്നും വേണ്ടായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ സാധനവും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ സാധനം കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ. അപ്പോഴേക്കും ആ ചേട്ടൻ വീട്ടിലേക്ക് എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ തിരികെ പോയത് റോഡിലൂടെയാണ്. ഞാനും അമ്മയും കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റോഡിലൂടെ പോയി വീട്ടിലെത്തിയ ശേഷം പപ്പായും അമ്മയും ഞാനും അമ്മൂമ്മയും കൂടെ വീണ്ടും മറ്റൊരു പള്ളിയിലേക്ക് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് പോകുന്നത് ഒറ്റമശ്ശേരി പള്ളിയിലേക്കാണ്. അവിടെ പപ്പായുടെ ആൻറ്റിയുടെ ആണ്ടും കൂടെ ഉണ്ട് ഇന്ന്. അത് 2ാമത്തെ ആണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ 11 മണിക്കായിരുന്നു പരിപാടി. കുർബാനയുടെ ആദ്യത്തെ സോങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വേഗം ചെന്നു കുർബാനയെല്ലാം കൂടി അവിടെ കുമ്പസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ സിമിട്രിയിലേക്ക് പോവുകയാണ്. അവിടെ എൻ്റെ അപ്പൂപ്പൻ്റെ കുഴി കൂടെ ഉണ്ട്. എൻ്റെ പപ്പായുടെ കുഴിയും കൂടെ അവിടെ ഉണ്ട്. ഈ മാസം തന്നെയാണ് അപ്പൂപ്പൻ്റെ 4ാമത്തെ ആണ്ടും. അങ്ങനെ ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ്റെ കുഴിയിലേക്ക് കത്തിക്കാനുള്ള തിരി അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ചിറ്റയുടെ കുഴിയുടെ അടുത്ത് വന്നു. ഇന്നത്തെ ആണ്ട് കുർബാനയുടെ മുഖ്യ കാർമ്മികൻ നമ്മുടെ വികാരി അച്ഛനല്ലായിരുന്നു, റിലേറ്റീവ് ആയിരുന്ന ഒരച്ഛനായിരുന്നു. അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ അച്ഛൻ വന്ന് പോയ ശേഷം അവിടെ കുഴിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം നേരെ എൻ്റെ അപ്പൂപ്പൻ്റെ കുഴിയുടെ അടുത്തേക്കാണ് ചെന്നത്. അപ്പോൾ അപ്പൂപ്പൻ്റെ കുഴി ഇവിടെ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ടാണ്. അങ്ങനെ അവിടെ വന്നപ്പോഴേക്കും അച്ഛനും കൂടെ വന്നിരുന്നു. അപ്പം നമ്മുടെ റിലേറ്റീവായിട്ടുള്ള അച്ഛനായതുകൊണ്ട് തന്നെ ഇവിടെയും വന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, തിരിയൊക്കെ കത്തിച്ചു ശേഷം നേരെ തിരികെ പോവുകയാണ്. മാതാവിന് തിരികെത്തിക്കാൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളി അടച്ചു തുടങ്ങിയിരുന്നു. പള്ളി അടച്ചു തീരും മുമ്പ് വേഗം തന്നെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് തിരികെത്തിച്ചു. ഞാനും അമ്മയും കൂടെ തിരികെത്തിച്ചു. കുറച്ച് നേരം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും പള്ളിയിലെ കപ്പ്യാരേട്ടൻ ഓൾറെഡി എല്ലാ ഡോറും തന്നെ ക്ലോസ് ചെയ്തു. ഈ ഒരു ഡോറും കൂടെ ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇട ദിവസം ആയതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ചടങ്ങുകൾക്ക് ശേഷം പള്ളിയുടെ ഡോറ് ക്ലോസ് ആക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോകാനുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അതങ്ങനെ ക്ലോസ് ആക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു ടൈം തന്ന ശേഷമാണ് ആ ചേട്ടൻ ആ ഡോറ് ക്ലോസ് ചെയ്തത്. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമായി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. റിലേറ്റീവ്സ് എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ കുറേ നേരം പരസ്പരം സംസാരിച്ചിരുന്നു. പിന്നീട് ഓരോരുത്തരായിട്ട് പോകാനുള്ള തിരക്കിലായി. ഇതാണ് നമ്മുടെ ഇടവക പള്ളിയിലെ ജെറുസലേം കുരിശ്. അതിനുശേഷം കുറേ പേര് പോകാനുള്ളവരെയൊക്കെ നമ്മൾ വഴിയിൽ നിന്ന് യാത്രയാക്കി. ഇതാണ് ഇന്ന് ചടങ്ങ് നടന്ന ഒറ്റമശ്ശേരി പള്ളി. ബീച്ച് സൈഡിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ലൊരു അടിപൊളി ബീച്ച് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരമായി. ഞങ്ങളും പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് അമ്മൂമ്മയും പിന്നെ ആൻറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി ആൻറ്റിയും അമ്മൂമ്മയും അവിടെ ഇറക്കി. ഞാനും പപ്പ അമ്മയും വീട്ടിലെത്തി. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുന്ന പരിപാടിയാണ്. റെസ്റ്റ് എടുക്കട്ടെ. ബൈ.